Good morning, all. Good morning, ma'am. Happy Good morning, ma'am. Thank you. Thank you. Happy Teachers Day, ma'am. Thank you. Thank you. നോക്കിയിരുന്നോ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെടുത്തത്? നോക്കിയിരുന്നോ? ബയോമെഡിക്കൽ വേസ്റ്റ്. Yes, ma'am. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അല്ലേ ഡൗട്ട്സ് ഉണ്ടോ? Clear ആണ് ma'am. ഓക്കെ. എന്താണെന്ന് കുറെ പേരില്ലല്ലോ, 18 പേര് ജോയിൻ ചെയ്തിട്ടുള്ളതോ? എന്തൊരു ലേറ്റ് ആവുന്ന എല്ലാവരും. നമുക്ക് തുടങ്ങാം അല്ലേ? ക്ലാസ് തുടങ്ങാം അല്ലേ? Okay, ma'am. നമ്മ ഇവിടം വരെ പറഞ്ഞത് അല്ലെ, എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഹസാഡസ് വേസ്റ്റും നോൺ ഹസാഡസ് വേസ്റ്റും. ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഹാനികരമായ, നമുക്ക് ഡേഞ്ചറായി, നമ്മുടെ ഹെൽത്തിന് എൻവിയോൺമെന്റിനൊക്കെ ഡേഞ്ചറായി ഹാനികരമായി ആയിട്ടുള്ള വേസ്റ്റുകളാണ് ഹസാഡസ് വേസ്റ്റ്. അതെന്തൊക്കെയാണ്? പ്ലാസ്റ്റിക് ഡിസ്പോസുകള്, ലിക്വിഡ് വേസ്റ്റുകള്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകള്, കെമിക്കൽ വേസ്റ്റ്, സൈറ്റോടോക്സിക് വേസ്റ്റ്, അങ്ങനെയുള്ള വേസ്റ്റുകൾ. നോൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാല് ഹാനികരമല്ലാത്ത ജനറൽ ആയിട്ടുള്ള വേസ്റ്റുകൾ. എന്താണ്? ഫുഡ് സ്ക്രാപ്സുകള്, കാർഡ്ബോർഡുകള്, പേപ്പേഴ്സ്, അങ്ങനെയുള്ളത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന, എന്താണ്, നമുക്ക് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ വേസ്റ്റുകളാണ് നോൺ ഹസാഡസ് വേസ്റ്റ്. നെക്സ്റ്റ് പറഞ്ഞത് ബയോളജിക്കൽ റിസ്കും കെമിക്കൽ റിസ്കും. ബയോളജിക്കൽ റിസ്കില് ഷാർപ്പ് വേസ്റ്റ്, ഇൻഫെക്ഷസ് വേസ്റ്റ്, പാത്തോളജിക്കൽ വേസ്റ്റ്. കെമിക്കൽ റിസ്കിൽ എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് എന്ന് വെച്ചാൽ മെഡിസിൻസുമായി ബന്ധപ്പെട്ട വേസ്റ്റുകൾ, കെമിക്കൽ വേസ്റ്റ്. പിന്നെ എന്താണ്? റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, എന്താണ്? ന്യൂക്ലിയർ മെഡിസിൻ, റേഡിയേഷൻ പ്രൊസീജിയേഴ്സ്, റേഡിയൻ ആക്ടിവിറ്റീസ്, അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എന്താണ്? വേസ്റ്റുകളാണ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നമുക്ക് നെക്സ്റ്റ് എടുക്കാന്നുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം, അതെങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നതിനെ കുറിച്ച് എന്താണ് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്താണ് നിലവിൽ വന്നത്? 1998 ഇയർ ഓർക്കണേ, എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ്. The Ministry of Environment and Forest have promptly developed and released guidelines to the hospitals to guarantee the safe and correct disposal of waste. എന്താണ്? പരിസ്ഥിതി വന മന്ത്രാലയം മാലിന്യങ്ങള്
സുരക്ഷിതവും കാര്യക്ഷമമായി കൃത്യമായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ സംസ്കരിക്കണം എന്നതിന് വേണ്ടിയിട്ട് ആശുപത്രികൾക്ക്, ഹോസ്പിറ്റലുകളിൽ നിന്നാണ് അല്ലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവുന്നത്. അങ്ങനെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെയാണ്. അപ്പൊ അവിടേക്ക് ഹോസ്പിറ്റലുകൾക്ക് എന്താണ് മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡിൽ റൂൾ 1998 ഇൻടു ഇഫക്റ്റ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള റൂൾ പുറത്തിറങ്ങിയത് 1998 ഇറ്റ് ഓഫേഴ്സ് യൂണിഫോം റെക്കമെൻഡേഷൻ ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് ഏകീകൃതമായ, അതായത് എല്ലായിടത്തും എല്ലാ ഹോസ്പിറ്റലുകളിലും യുണീക്ക് ആയിട്ട് എന്താണ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റുകള് എങ്ങനെ ഏകീകൃതമായ ശുപാർശകളും പരിശീലന കോഡുകളും എങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസുകളിലും ബയോമെഡിക്കൽ വേസ്റ്റുകളെ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നതിനെ കുറിച്ച് ഏകീകൃത ശുപാർശകളും അവർക്ക് പരിശീലന കോഡും ഈ 1998 പരിസ്ഥിതി വനവകുപ്പ് മന്ത്രാലയത്തിന് കീഴിൽ വന്ന റൂൾസ് അനുസരിച്ച് അത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡും. എങ്ങനെ ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നതിനെ കുറിച്ച്. നെക്സ്റ്റ്, ഫസ്റ്റ് അമെൻഡ്മെന്റ് ഡേറ്റഡ് on 6/3/2000 and second amendment dated 79/2003, then in 2018 and 2019 too. എന്താണ് ഇത്? ആദ്യത്തെ ഭേദഗതി എന്നാണ് നിലവിൽ വന്നത്. ഫസ്റ്റ് അമെൻഡ്മെന്റ് ഡേറ്റ് 6/3/2000. രണ്ടാമത്തെ അമെൻഡ്മെന്റ്, രണ്ടാമത്തെ ഭേദഗതി അതെന്താണ് 1998 റൂൾസ് വന്നു. എന്നിട്ട് അതില് എന്താണ് ഭേദഗതികൾ വരുത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും വരുത്തിയിട്ട് 2000 ഫസ്റ്റ് അമെൻഡ്മെന്റ് വന്നു. അതിനുശേഷം 2003 രണ്ടാമത്തെ ഭേദഗതി നിലവിൽ വന്നു. 2018, then in 2018 and 2019. പിന്നീട് എന്താണ് 2018 2019 തേർഡ് അമെൻഡ്മെന്റ് 2018. ഫോർത്ത് അമെൻഡ്മെന്റ് നിലവിൽ വന്നത് 2019. എന്താണ് 2000 അല്ലെങ്കിൽ 2003 ഉണ്ടായിരുന്ന ഹോസ്പിറ്റലുകൾ നമ്പേഴ്സ് ആണോ എണ്ണാണോ ഇപ്പോൾ ഉള്ളത്? എന്താണ് ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരുപാട് എന്താണ് ഡെവലപ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്, പുരോഗതികൾ വന്നിട്ടുണ്ട് അല്ലെ, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇന്ന് നിലവിലുണ്ട്. അപ്പൊ എന്താണ് അതിനനുസരിച്ച് അല്ലെ ഭേദഗതി കൊണ്ടുവരണം അല്ലെ, മാറ്റങ്ങൾ ഈ റൂൾസിലൊക്കെ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് തേർഡ് അമെൻഡ്മെന്റ് 2018 ഫോർത്ത് അമെൻഡ്മെന്റ് 2019 കൊണ്ടുവന്നു. ക്ലിയർ ആയത്? എന്താണ് പരിസ്ഥിതി വന മന്ത്രാലയം നമ്മുടെ ഹോസ്പിറ്റലുകളിലെ വേസ്റ്റുകള് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നതിന് വേണ്ടിയിട്ട് എന്താണ് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഈ റൂള് കൊണ്ടുവന്നത് 1998 ഈ റൂൾസില് എന്താണ് യുണീക്ക് ആയിട്ട് അത് ഏകീകൃതമായ ശുപാർശകളും ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കമ്പോസ് ചെയ്യാൻ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന കോഡും ഈ റൂൾസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആദ്യ ഭേദഗതി ഫസ്റ്റ് അമെൻഡ്മെന്റ് നിലവിൽ വന്നത് 2000 സെക്കൻഡ് അമെൻഡ്മെന്റ് 2003 തേർഡ് അമെൻഡ്മെന്റ് 2018 ഫോർത്ത് അമെൻഡ്മെന്റ് എന്നാണ് 2019 വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് ഗവൺമെന്റ് പരിസ്ഥിതി വന മന്ത്രാലയം കൃത്യമായ സംസ്കരണത്തിനും എന്താണ് അത് കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ
വികസിപ്പിക്കുകയും പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റൂൾസ് നിലവിൽ വന്നത് 1998 ഇതിൽ പറയുന്നത് എന്താണ്? എല്ലാ ഹെൽത്ത് കെയേഴ്സിലെയും അല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റലിലെയും മാലിന്യ സംസ്കരണത്തിന് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഏകീകൃത ശുപാർശകളും പരിശീലന കോഡും ഈ റൂൾസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതെന്താണ്? ആദ്യത്തെ ഭേദഗതി എന്താണ്? 1998 കൊണ്ടുവന്ന റൂൾസിന് ഒരിത്തിരി കുറച്ച് ചേഞ്ചസ് ഒക്കെ വന്നിട്ട് ആദ്യത്തെ ഭേദഗതി വന്നത് 2000-ലും രണ്ടാമത്തെ ഭേദഗതി വന്നത് 2003-ലുമാണ്. മൂന്നാമത് വന്നത് എന്താണ്? 2019. 2018-ലും ഫോർത്ത് അമെന്റ്മെന്റ് വന്നത് എന്താണ്? 2019-ലും. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അതിലെ ജസ്റ്റ് ആ ഡേറ്റുകൾ പഠിച്ചാൽ മതി. എന്താണ് റൂള് നിലവിൽ വന്നത് എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് അമെന്റ്മെന്റ്, സെക്കൻഡ് അമെന്റ്മെന്റ്, തേർഡ് അമെന്റ്മെന്റ്, ഫോർത്ത് അമെന്റ്മെന്റ് നിലവിൽ, അങ്ങനെ ആ 5 ഡേറ്റ് അത് പഠിച്ചിരിക്കുക. അതാണ് അതിൽ മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? നിയമപ്രകാരം ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൾ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മറ്റുള്ള വേസ്റ്റുമായി എന്താണ് കമ്പയർ ചെയ്യാൻ പാടില്ല, കൂട്ടിക്കലർത്താൻ പാടില്ല. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് സെപ്പറേറ്റ് നമ്മൾ സൂക്ഷിക്കണം, സ്റ്റോർ ചെയ്യണം. Biomedical waste shall be separated into containers, bags at the point of generation prior to its storage, transportation, treatment and removal. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അവയുടെ സ്റ്റോറേജ്, സംഭരണം, സ്റ്റോറേജ് ചെയ്യുക, സൂക്ഷിക്കുക, ഗതാഗതം, ട്രാൻസ്പോർട്ടേഷൻ, എന്താണ് ഗതാഗതം, ചികിത്സ, ആൻഡ് റിമൂവൽ, സംസ്കരണം, നീക്കം ചെയ്യല് എന്നിവയ്ക്ക് മുമ്പ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് ഓരോ സമയത്തിൽ. ഇപ്പൊ എന്താണ് ഒരു ട്രീറ്റ്മെന്റ്, ഒരു ഇഞ്ചക്ഷൻ കഴിഞ്ഞ അപ്പൊ എന്താണ് ഒരു വേസ്റ്റ് വരികയാണ് അല്ലെ? അതൊരു എന്താണ് സിറിഞ്ച് ഉണ്ട്, വേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരു കോട്ടൺ വരുന്നുണ്ട് അല്ലെ? ഓരോ സമയത്തും ഓരോ വേസ്റ്റുകളായിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പൊ അതെന്താ ഓരോ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് എന്താണ് കണ്ടെയ്നറുകളിൽ അല്ലെങ്കിൽ ബാഗുകളിലാക്കി തരം തിരിച്ച് സൂക്ഷിക്കുക. ഈ മെഡിക്കൽ വേസ്റ്റുകൾ സൂക്ഷിക്കാനും ഒരു സ്ഥലത്ത് നിന്ന്, അതായത് നമുക്ക് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും അവിടെ നിന്ന് നീക്കം ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്താണ് അത് ഓരോ ബാഗുകള്, കണ്ടെയ്നേഴ്സ് ഒക്കെ ആക്കി വേർതിരിച്ച് സൂക്ഷിക്കുക. നമ്മ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലുകളില് ഇപ്പൊ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാല് ആ സിറിഞ്ചസ് ഇടാൻ അവർക്ക് ഒരു പ്രത്യേക കളറ് ഡസ്റ്റ്ബിൻ ഉണ്ടാവും അല്ലെ? പഞ്ഞിടാൻ സെപ്പറേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് ഇടാൻ സെപ്പറേറ്റ് ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ? അത് ബ്ലാക്ക്, യെല്ലോ, റെഡ് അങ്ങനെ ബാസ്കറ്റുകളായിട്ട് ഡസ്റ്റ്ബിന്നിന്റെ കളേഴ്സ് ആയിട്ട്. അതെന്താണ് ഈ വേസ്റ്റുകൾ അവർക്ക് എന്താണ്, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകുന്ന സമയത്ത് അല്ലെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ സമയത്ത് അത് തരംതിരിക്കേണ്ടി വരും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് കളേഴ്സിലുള്ള ഡസ്റ്റ്ബിന്നിലൊക്കെ ആക്കി ഇവര് സൂക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിലെ മുനിസിപ്പാലിറ്റിന്ന് വേസ്റ്റ് എടുക്കാൻ പോയി, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ എടുക്കാൻ വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെ വരാറുണ്ടോ? ഹരിത കർമ്മസേന എന്നും പറഞ്ഞിട്ട് അല്ലെ? അപ്പൊ എന്താണ് അവര് നമ്മുടെ വീടുകളിൽ നിന്ന് എന്താ ഒരു ചാക്കിലൊക്കെ ആക്കിയായിരിക്കും ഈ പ്ലാസ്റ്റിക് ബാഗ്സ്, പ്ലാസ്റ്റിക്കുകൾ സൂക്ഷിക്കുന്നത്. അപ്പൊ അവരെന്താ കൊണ്ടുപോകാൻ നേരത്തെ അത് അവിടെ കുടഞ്ഞിട്ടും കാണിട്ട് അവർ കളറുള്ള പ്ലാസ്റ്റിക്കുകൾ വേറെ, അതല്ലെങ്കിൽ എന്താണ് കളറില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ, അല്ലെങ്കിൽ മിഠായി കവേഴ്സ് വേറെ, അങ്ങനെ ആക്കി സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കുപ്പികൾ വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് കുപ്പി, ചില അങ്ങനെ വേറെ അവര് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകും അല്ലെ? അപ്പൊ എന്താ നമ്മ അത് സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് കൊണ്ടുപോകാൻ അല്ലെ? പെട്ടെന്ന് തന്നെ അവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. എന്താ അവര് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് സ്റ്റോർ ചെയ്യാനും അവിടെ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിന് ഓരോ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ബയോമെഡിക്കൽ വേസ്റ്റ്
ഉൽപാദിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്താണ് അത് സെപ്പറേറ്റ് ബാഗുകളില് കണ്ടെയ്നേഴ്സിലൊക്കെ ആക്കി എന്താണ് സൂക്ഷിക്കുക. ക്ലിയർ ആയോ അത്? നെക്സ്റ്റ് എടുക്കാമല്ലോ. ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ എന്താണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഇറ്റ് ഷാൽ ബി ഡ്യൂട്ടി ഓഫ് ഈച്ച് ഓക്യുപ്പന്റ് ഓഫ് എ ഫെസിലിറ്റി പ്രൊഡ്യൂസിംഗ് biomedical waste which comprises a hospital, nursing home, clinic, dispensary, veterinary institution, animal house, pathological laboratory, blood bank, by no matter what name called, to take all steps to make sure such a waste is handled without any negative impact to human health and environment. എന്താണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഉൽപാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, എന്താണ്? മൃഗസംരക്ഷണ ഹോസ്പിറ്റൽസില് വെറ്റിനറി ഹൗസസ്, അങ്ങനെയുള്ള വെറ്റിനറി ഹൗസ്, പാത്തോളജിക്കൽ ലബോറട്ടറീസ്, ബ്ലഡ് ബാങ്ക്, എന്താണ്? ഇവിടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഓരോ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് എന്താണ്? പരിസ്ഥിതിക്കും പിന്നെന്താണ്? ഹ്യൂമൻ ഹെൽത്തിന്, അല്ലെ, മനുഷ്യരുടെ ആരോഗ്യത്തിനും പബ്ലിക്കിന്റെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിനും എന്താണ്? ദോഷകരമായി ബാധിക്കാത്ത വിധം ഇത് ഡിസ്പോസ് ചെയ്യാനും ഇത് കൈകാര്യം ചെയ്യാനും സൂക്ഷിക്കാനും ഒക്കെ ഉള്ള ഉത്തരവാദിത്തം ആരുടേതാണ്? ഈ ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളില്, ക്ലിനിക്കില്, ഡിസ്പെൻസറികളില്, അങ്ങനെയുള്ള ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? പരിസ്ഥിതിക്കും പബ്ലിക്കിനും പൊതുജനങ്ങൾക്കും ഹാനികരമായി ഈ ബയോമെഡിക്കൽ വേസ്റ്റ് വരാതിത്ത വിധം ഇത് സൂക്ഷിക്കുകയും കൈകാര്യം ചെയ്യുക എന്നത് ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളുടെയും ഓരോ ഓക്യുപ്പയറുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? അതോരോ മറ്റേത് ബയോമെഡിക്കൽ വേസ്റ്റ് വിച്ച് കംപ്രൈസസ് എന്നും പറഞ്ഞ തന്നേക്കുന്നതാണ്. ഏതൊക്കെയാണ് ആ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്നും പറഞ്ഞു കേട്ടാ. നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ഓരോ ഓക്യുപ്പയറിനെയും ഓരോ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അന്തരീക്ഷത്തിനും എൻവിയോൺമെന്റിനും പൊതുജനങ്ങൾക്കും ദോഷകരമായി ബാധിക്കാത്ത വിധം അത് സ്റ്റോർ ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക, സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്നതൊക്കെ ആരുടെ കർത്തവ്യമാണ്? ഈ ഓരോ സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആയോ? ഓക്കെ, ആരെന്താ മിണ്ടാത്തെ? ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 1998. എന്താണ്? പരിസ്ഥിതി വന മന്ത്രാലയം ബയോമെഡിക്കൽ വേസ്റ്റ് ഹോസ്പിറ്റലുകളില് എങ്ങനെ കൈകാര്യം ചെയ്യാം, എങ്ങനെ കൃത്യമായി സംസ്കരിക്കാം എന്നതിന് വേണ്ടിയിട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുക ചെയ്തിട്ടുണ്ട്. ഇത് നിലവിൽ വന്നത് 1998. ഇതിലെന്താണ്? ഓരോ ഹോസ്പിറ്റലുകളിലും ഏകീകൃതമായ ശുപാർശകളും പരിശീലനത്തോടെ ഡിസ്പോസ് ചെയ്യുന്നതിനും സ്റ്റോറേജ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടൊക്കെ എന്താണ്? പരിശീലന കോഡും ഈ റൂള് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ 1998 പുറത്തിറങ്ങിയ റൂളിന് ആദ്യ ഭേദഗതി വന്നത് എന്താണ്? 2000-ലും, രണ്ടാമത്തെ ഭേദഗതി 2003-ലും, മൂന്നാമത്തെ ഭേദഗതി വന്നത് 2018-ലും, ഫോർത്ത് അമെന്റ്മെന്റ് വന്നത് എന്നാണ്? 2019-ലുമാണ്. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ അനുസരിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതെന്താണ്?
ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റുള്ള വേസ്റ്റുകളുമായി എന്താണ് കൂട്ടിക്കലർത്താതിരിക്കുക. പിന്നെ ഓരോ ബയോമെഡിക്കൽ വേസ്റ്റും എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അത് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും സംസ്കരിക്കുന്നതിനും റിമൂവൽ നീക്കം ചെയ്യുന്നതിനും എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോ കണ്ടെയ്നേഴ്സ് ഓരോ ബാഗ്സുകളിൽ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക. നെക്സ്റ്റ് ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ. ആ ബയോമെഡിക്കൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി എന്താണ് ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് എൻവിയോൺമെന്റിനും പൊതുജനങ്ങൾക്കും ഹാനികരമായി ബാധിക്കാത്ത വിധം കൈകാര്യം ചെയ്യേണ്ടത് ഈ സ്റ്റാഫുകളുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് ഇത്രയും ഭാഗം ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് എന്നുള്ള പ്രോസസ് എന്തൊക്കെയാണ്? ദ ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് ദ ബോഡി പാർട്സ്, ഓർഗൻസ്, tissue, blood and body fluids along with the soiled linen, cotton, bandage and plaster casts from infected and polluted areas are imported to the properly gathered, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness. The process ഡെവലപ്ഡ് ഇൽനെസ് എന്താണ്? ഹോസ്പിറ്റലുകളിൽ വരുന്ന വേസ്റ്റുകൾ എന്തൊക്കെയാണ്? ബോഡി പാർട്സുകൾ, പിന്നെ എന്താണ് ഓർഗൻസ്, പിന്നെ ടിഷ്യൂസ്, ബ്ലഡുകൾ, പിന്നെ എന്താണ് ബ്ലഡ് കൊണ്ട് മലിനമായ കോട്ടൺസ്, ലിനന് തുണികള്, പിന്നെ ബാൻഡേജ്, പ്ലാസ്റ്റർ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന ഇതില്ലേ, അങ്ങനെയുള്ള പ്ലാസ്റ്റർ കാസ്റ്റുകൾ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അണുബാധയേറ്റത് അല്ലെങ്കിൽ മലിനമായ പൊല്യൂട്ടഡ് ആയ ഏരിയാസിൽ നിന്നൊക്കെ എന്താണ് മാറ്റിങ്ങാട്ട് അല്ല പൊല്യൂട്ടഡ് ആയ സാധനങ്ങള് എന്താണ് നോസോകോമിയൽ ഓർ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനെസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്ത വിധം ഇങ്ങനെയുള്ള വേസ്റ്റുകള് കൈകാര്യം ചെയ്യുക. എന്താണ് നോസോകോമിയൽ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ ആളുകൾക്ക് പേഷ്യൻസിന് വരുന്ന അസുഖമാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. എന്താണ് സർജിക്കൽ ഇൻഫെക്ഷൻസ്, അതല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ്, പിന്നെ എന്താണ് സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ്. എന്താണ് പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്ക് അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അലർജീസ് ഒക്കെ ലഭിക്കുകയാണെങ്കിൽ അതെന്താണ് നോസോകോമിയൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഇൽനെസ് ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്താണ് നോസോകോമിയൽ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡെവലപ്ഡ് ഡിസീസ് ഒക്കെ വരാത്ത വിധം ഇങ്ങനെയുള്ള വേസ്റ്റുകൾ മാനേജ് ചെയ്യുക. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാട്ടോ. അങ്ങനെ ഒരുപാട് ഇതിന്നുള്ളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. എന്താണ് നോസോകോമിയൽ? ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഡെവലപ്ഡ് അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാത്ത വിധം ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ എന്തൊക്കെയാണ്? ബോഡി പാർട്സുകൾ, ഓർഗൻസ്, ടിഷ്യൂസ്, അങ്ങനെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുന്നതാണ് ഗ്യാതേർഡ് ചെയ്യുക, അതായത് ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക, സ്റ്റോർ ചെയ്യുക, മൂഡ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, ഹാൻഡിൽ ചെയ്യുക, സംസ്കരിക്കുക. അതെന്താണ് ഇങ്ങനെയുള്ള നോസോകോമിയൽ ഡിസീസുകൾ എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാത്ത വിധം ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടോ? പറയണോ? ഇനി ഒന്നുകൂടെ പറയണം. നോസോകോമിയൽ ഇൻഫെക്ഷൻ അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാത്ത വിധം
നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. അത്രയുള്ള അതിൽ പറഞ്ഞേക്കുന്നത്. അതിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ അവരെന്താണ് സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞേക്കാണ്. ബോഡി പാർട്സ്, ഓർഗൻസ്, ടിഷ്യൂസ്, ബ്ലഡ്സ്, ബോഡി ഫ്ലൂയിഡ്സ് എന്നൊക്കെ പറഞ്ഞ് അവരെടുത്ത് പറഞ്ഞേക്കുക. നമ്മ എന്താ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ്. പിന്നെ എന്താ കൈകാര്യം ചെയ്യുക, ഇതെന്താ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതിന് അവരെന്താ ഗ്യാതേഡ് കളക്ട്, എന്താണ് ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക, തരംതിരിക്കുക, സ്റ്റോർ ചെയ്യുക, സൂക്ഷിക്കുക. മൂഡ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് എന്താണ് നമ്മ ഒരു സ്ഥലത്ത് സൂക്ഷിച്ചും കഴിഞ്ഞിട്ട് വേറൊരു ഏതെങ്കിലും ഏരിയയിൽ കൊണ്ടുപോയായിരിക്കും അല്ലെ ഡിസ്പോസ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി മൂഡ്, ഹാൻഡിൽഡ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെന്താണ് ഡിസ്പോസ് സംസ്കരിക്കുക. എന്താണ് മറ്റ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ് വരാത്ത വിധം ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. ഇത്രയുള്ള അതിൽ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ അത്? ഓക്കെ. വേസ്റ്റ് ദിസ് പ്രോസസ് ഈസ് ഓൾസോ ഈസ് ആസ് ഫോളോസ്. എന്തൊക്കെ പ്രോസസ് ആണ് ഇതിൽ നടക്കുന്നത്? ആദ്യം എന്താ വേസ്റ്റ് കളക്ഷൻ ചെയ്യും അല്ലെ. വേസ്റ്റ് കളക്ട് ചെയ്യും. വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയേഴ്സ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റിലെ ഏറ്റവും വലിയ കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ട് ചെയ്യുന്നതാണ് അല്ലെ. വേസ്റ്റ് ശേഖരിക്കുന്നതാണ്. It is moving solid waste to the point of treatment or landfill from the point of usage and disposal. എന്താണ് നമ്മ പോയിന്റ് ഓഫ് യൂസേജ്. ഇത് ഈ ബയോമെഡിക്കൽ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നും അതല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും അത് മൂവ് ചെയ്യുക. എന്താണ് ലാൻഡ് ഫില്ല്, ട്രീറ്റ്മെന്റിന്റെ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ് ഫില്ലുകള് സ്ഥലം നികത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മാറ്റുക. സംസ്കരണ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ ഖരമാലിന്യങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലത്ത് നിന്നും ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും സംസ്കരിക്കുന്ന നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മാറ്റുക. ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാല് ഈ ഇങ്ങനെ സ്ഥലങ്ങൾ നികത്തുന്ന ഇതില് മുനിസിപ്പൽ ലാൻഡ് ഫില്ലുകൾ എന്താണ് ഒന്നിലെ കുഴികളോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത തോടുകളോ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നികത്തില്ലേ വേസ്റ്റുകളൊക്കെ ഇട്ടും കാണിട്ട് ലാൻഡ് ഫില്ല് ചെയ്യുന്നത് നികത്തുക എന്നൊക്കെ പറയില്ലേ. അതാണ് അങ്ങനെയുള്ള ലാൻഡ് ഫിൽ. ഇപ്പൊ എന്താണ് ഇപ്പൊ ചില സ്ഥലത്ത് കെട്ടിടങ്ങള് പൊളിച്ചു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യും കുളങ്ങളോ തോടുകളോ അതല്ലെങ്കിൽ എന്താണ് കുഴികളൊക്കെ നികത്താനായിട്ട് അല്ലേ കൊണ്ടുപോയിട്ട് നികത്തില്ലേ. പിന്നെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ എന്താണ് ഇപ്പൊ ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ചില സ്ഥലങ്ങൾ എന്താണ് വെറുതെ കുളങ്ങളോ അതല്ലെങ്കിൽ എന്താണ് കുഴികളൊക്കെ ആയിട്ട് കിടക്കുകയായിരിക്കും അല്ലെ മുനിസിപ്പൽ അതോറിറ്റിയിലുള്ള സ്ഥലങ്ങൾ. അപ്പൊ എന്താണ് അതൊക്കെ നികത്താനായിട്ട് ഇത്തരം വേസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ലാൻഡ് ഫിൽ എന്ന് പറഞ്ഞാൽ സ്ഥലം നികത്തുക. വേസ്റ്റ് കളക്ഷൻ ക്ലിയർ ആയോ? വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ട് ചെയ്യുക, വേസ്റ്റ് ശേഖരിക്കുന്നതാണ്. എന്താണ് ഖരമാലിന്യം സംസ്കരിക്കുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തേക്കോ ഈ വേസ്റ്റുകള് നിർമ്മാർജ്ജനത്തിന്റെ ഉപയോഗത്തിന്റെയും സ്ഥലത്ത് നിന്ന് മാറ്റുക. ക്ലിയർ ആയോ? ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കണ്ടെയ്നേഴ്സ് ഒക്കെ ആക്കിയില്ലേ സെപ്പറേറ്റ് ബാഗ് ഒക്കെ ആയിട്ട് അവര് തരംതിരിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവിടെ നിന്ന് ഖരമാലിന്യങ്ങൾ സോളിഡ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തും കാണിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള വേസ്റ്റ് സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അതല്ലെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ക്ലിയർ ആയോ? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർതിരിക്കുക. നോക്കിയേ, segregation makes it simple to stop the spread of illness, makes it simple to choose from the disposal choice and can lessen the burden on the waste treatment system and protect against injuries. എന്താണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? രോഗങ്ങൾ സ്പ്രെഡ് ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ
ട്രിക്ക് ആണെന്ന്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെഗ്രിഗേഷൻ കഴിഞ്ഞ് വേർതിരിച്ച് സൂക്ഷിക്കുക എന്നുള്ളത്. Makes it simple to choose from the disposal choice and can lessen the burden on the waste treatment system and protect against injuries. എന്താണ് രോഗങ്ങള് പടരുന്നത് ഫസ്റ്റ് എന്താണ് രോഗങ്ങള് പടരുന്നത് തടയുന്നതിനായിട്ട് എന്താണ് ഈ പടരുന്നത് ഇത് ലളിതമാക്കുന്നു, പടരാതിരിക്കാൻ സഹായിക്കും സെഗ്രിഗേഷൻ ചെയ്യുന്നതുകൊണ്ട്. പിന്നെ മാലിന്യ സംസ്കരണത്തിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നത് ഇപ്പൊ എന്താണ് നമ്മൾ വേർതിരിച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് വേസ്റ്റുകളിൽ നിന്ന് നമുക്ക് എന്താ വേർതിരിക്കേണ്ടി ഒന്നും വരില്ല. അത് പെട്ടെന്ന് തന്നെ അവർക്ക് മാലിന്യ സംസ്കരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെന്താ മാലിന്യ സംസ്കരണത്തിന് ഡിസ്പോസൽ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഇതെന്താ കൂടുതൽ എളുപ്പമാക്കാൻ കൂടി സഹായിക്കും സെഗ്രിഗേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ സിറിഞ്ചസ് വേറെ, കോട്ടൺസ് വേറെ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോഡി ഓർഗൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ സൂക്ഷിക്കുന്നത്, ഫ്ലൂയിഡ്സുകൾ വേസ്റ്റ് ഫ്ലൂയിഡ്സുകൾ വേറെ സൂക്ഷിക്കുന്നത് എന്താണ്? അത് മാലിന്യം സംസ്കരണം ചെയ്യാൻ ഉള്ള പ്രവൃത്തി എളുപ്പമാക്കും അല്ലെ? അവർക്ക് എന്ത് ചെയ്യാ ലിക്വിഡ്സ് ഫ്ലൂയിഡ്സുകൾ എങ്ങനെയാണ് സംസ്കരിക്കുന്നത് അങ്ങനെ കൊണ്ടുപോയി സംസ്കരിക്കാം. അതല്ല കോട്ടൺസ് അവരെങ്ങനെയാണോ ഡിസ്പോസ് ചെയ്യുന്നത് അങ്ങനെയുള്ളത് കൊണ്ടുപോയി ജസ്റ്റ് ഒരു ബാഗ് മാത്രം അല്ലെ, ആ കണ്ടെയ്നർ മാത്രം കൊണ്ടുപോയി അവർക്ക് എന്ത് ചെയ്യാം അത് ഡിസ്പോസ് ചെയ്യാൻ സഹായിക്കും അല്ലെ? ഇപ്പൊ സെഗ്രിഗേഷൻ എന്താണ് സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നത്? എന്താ സെഗ്രിഗേഷൻ? ഓക്കെ ഞാൻ പറയാം. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് വേർതിരിക്കുന്ന ഓരോ ബയോമെഡിക്കൽ വേസ്റ്റുകളും വേർതിരിച്ച് കോട്ടൺസ് വേറെ, സിറിഞ്ചസ് വേറെ, ഓർഗൻസ് വേറെ, ഫ്ലൂയിഡ്സുകൾ വേറെ, അങ്ങനെ വേർതിരിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വേറെ, അങ്ങനെ വേർതിരിച്ച് സൂക്ഷിക്കുന്നത് എന്താണ് രോഗം പടരുന്നത് തടയാൻ സഹായിക്കും. പിന്നെന്താണ് മാലിന്യ സംസ്കരണത്തിന് ഈ സെഗ്രിഗേഷൻ ചെയ്ത് എന്താണ് വേർതിരിച്ച് സൂക്ഷിക്കുന്നത് മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന് എന്താ എളുപ്പമാക്കും. പിന്നെ മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കാൻ എന്താണ് അവരെ ജോലി കുറയ്ക്കാനും പിന്നെന്താണ് ഇഞ്ചുറീസ് അപകടങ്ങള് അതായത് പോയിസണിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാനും ഈ സെഗ്രിഗേഷൻ സഹായിക്കുന്നു. ക്ലിയർ ആയോ? സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് വേർതിരിച്ച് സൂക്ഷിക്കുന്നതിനാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സെഗ്രിഗേഷൻ ചെയ്യുന്നത് രോഗങ്ങള് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ സഹായിക്കുന്നു. പിന്നെന്താ ഈ സെഗ്രിഗേഷൻ ചെയ്ത് വേർതിരിച്ച് സൂക്ഷിക്കുന്നത് മാലിന്യ സംസ്കരണ ജോലി എളുപ്പമാക്കാനും അതിന്റെ ഭാരം കുറയ്ക്കാനും പിന്നെ ഇഞ്ചുറീസ് അല്ലെ അപകടങ്ങള് അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനും ഈ സെഗ്രിഗേഷനും കൊണ്ട് സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് സിറിഞ്ചസ്, ടിഷ്യൂ, മറ്റേ ബ്ലേഡുകള്, ഷാർപ്പായിട്ടുള്ള തിങ്സുകൾ അതൊക്കെ ഒരുമിച്ചാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് കൊണ്ടുപോകും അതിൽ നിന്ന് അപകടങ്ങൾ അല്ലെ ഇഞ്ചുറീസ് അല്ലെങ്കിൽ എന്താണ് മുറിയാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിക്ക് പറ്റാനൊക്കെ സാധ്യതയില്ലേ? ഉണ്ടാ ബ്ലേഡുകള് അതല്ലെങ്കിൽ നീഡിൽസ്, സിറിഞ്ചസ് അല്ലെ. അപ്പൊ ഇതൊക്കെ വേറെ വേറെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താ അത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമായിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് സിറിഞ്ച് അങ്ങനെയുള്ള ഷാർപ്പായിട്ടുള്ള സാധനങ്ങളുടെ വേസ്റ്റ് ആണ്. നമുക്കത് അങ്ങനെ സൂക്ഷിക്കുന്നതോട് മനസ്സിലാവും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റില്ലേ? പറ്റോ? അതാണ് പറയുന്നത് സെഗ്രിഗേഷൻ. ക്ലിയർ ആയോ? അപ്പൊ അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇത്രയും ഭാഗത്ത് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. പിന്നെ എന്താ ഇത് ഒരു ടേബിൾ ആണ് നമ്മുടെ. ഓക്കെ, ഇതൊരു ടേബിൾ ആണ്. വേസ്റ്റ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും. കാറ്റഗറി 1 ഇന്ന വേസ്റ്റുകളാണ്, കാറ്റഗറി 2 ഇന്ന വേസ്റ്റുകളാണ്.
എന്നും പറഞ്ഞിങ്ങാണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറഞ്ഞേക്കുന്നത് ടൈപ്സ് ഓഫ് വേസ്റ്റ്, ഏത് വേസ്റ്റുകളാണ് കാറ്റഗറി 1 ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ നെക്സ്റ്റ് കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്. മിസ് പറഞ്ഞില്ലേ ഓരോ വേസ്റ്റുകളും ഓരോ സെപ്പറേറ്റ് കളർ കണ്ടെയ്നേഴ്സിലോ അതല്ലെങ്കിൽ ബാഗ്സിലേക്കായിരിക്കും സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ പല കളറ് ഡസ്റ്റ് ബിന്നുകൾ കണ്ടിട്ടില്ലേ? അതാണ് പറയുന്നത് കളർ ആൻഡ് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്. ഏത് കളറിലാണ് ഈ വേസ്റ്റുകള് നമ്മ ഇടുന്നത്. പിന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്, ഏത് രീതിയിലാണ് ആ വേസ്റ്റുകൾ ഓരോ വേസ്റ്റുകളും സംസ്കരിക്കുന്നത് അതല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത്, അവര് നിർമാർജനം ചെയ്യുന്നത്. നോക്കത് ഫസ്റ്റ് കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റുകൾ. കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞ് അനാട്ടോമിക്കൽ വേസ്റ്റ് എന്നും പറഞ്ഞ ഓർമ്മയുണ്ടാ? ബ്ലഡ് അങ്ങനെയുള്ള ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, പിന്നെ ബോഡി പാർട്സുകൾ. ഓക്കെ, അതെന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ. ക്ലിയർ ആയോ? ഇൻസിനറേറ്റർ ഓർ ഡീപ്പ് ബാരിയൽ. എന്താണ് ഇൻസിനറേറ്റർ? മിസ് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? ചാരാക്കുക, നമുക്ക് കത്തിച്ച് ചാരാക്കുന്നതാണ് ഇൻസിനറേറ്റർ. ഡീപ്പ് ബറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കുഴി കുത്തിങ്ങാണിട്ട് കുഴിയിലിട്ട് മൂടുക. ക്ലിയർ ആയോ അത്? നിങ്ങൾ ഈ ഗൂഗിളിൽ ഒക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ പല ടൈപ്പ് ഇൻസിനറേറ്റർ എക്യുപ്മെന്റ്സിലെ മെഷീന്റെ ഫോട്ടോസ് ഒക്കെ കാണാൻ പറ്റും. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും ഇൻസിനറേറ്റർ എന്താണ്. ഓക്കെ, എപ്പോഴും ഗൂഗിളിൽ ഓരോന്ന് സെർച്ച് ചെയ്തോണ്ടിരിക്കല്ലേ? ജസ്റ്റ് ഇതൊന്ന് നോക്കി നോക്ക്. ഇൻസിനറേറ്റർ ഇമേജസ് അതിൽ പറഞ്ഞ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പല ടൈപ്പ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഇൻസിനറേറ്റർ, അങ്ങനെ പല ടൈപ്പ് ഇൻസിനറേറ്ററിന്റെ ഫോട്ടോസ് നോക്കി നോക്കിട്ടാ. കുറെ പേര് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പ. ഒന്ന് കാണാത്തവര് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്ക് ഗൂഗിളില്. ഇപ്പോഴല്ല ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ കാറ്റഗറി 1 മനസ്സിലായ? കാറ്റഗറി 1 ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്, ബോഡി പാർട്സുകളാണ്. ഇത് എന്ത് കളർ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് സൂക്ഷിക്കുന്നത്. ഇതെന്ത് എങ്ങനെയാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇൻസിനറേറ്റർ എന്താണ്? കത്തിച്ച് ചാരാക്കി കളയും. അതല്ലെങ്കിൽ എന്താണ്? നമ്മുടെ എനർജി പവർ യൂസ് ചെയ്ത് ഹീറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇൻസിനറേറ്റർ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇലക്ട്രിക്സിന്റെ സഹായത്തോടെ എന്താണ് ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇത് കത്തിച്ച് കളയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇൻസിനറേഷൻ വഴിയോ അതല്ലെങ്കിൽ ഡീപ്പ് ബറിയൽ എന്താണ് വലിയ കുഴി കുത്തിങ്ങാണിട്ട് ആ കുഴിയിലിട്ട് എന്ത് ചെയ്യും? മൂടിക്കളയും. ക്ലിയർ ആയോ അത്? പരീക്ഷയ്ക്ക് ചോദിക്കാട്ടാ. കാറ്റഗറി നമ്പർ 1 മെഡിക്കൽ വേസ്റ്റുകൾ എന്ത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? അതല്ലെങ്കിൽ എന്താണ് കാറ്റഗറി നമ്പർ 1 ഏതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അതിന്റെ ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് ഏതാണ്? ഓപ്ഷൻ ഇട്ടിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ടേബിൾ നല്ലോണം ഓർത്തിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾ ഇതോടൊപ്പം തന്നെ എഴുതി വെച്ചോ റഫായിട്ട് നോട്ട് ബുക്കില്. ബയോപ്സിക്കൊക്കെ അയക്കില്ലേ? അതൊക്കെ തന്നെ ടിഷ്യൂ യൂസ് ചെയ്ത് കണ്ടിട്ട് നമ്മുടെ രോഗനിർണയം നടത്തുന്നത്. ക്യാൻസർ പോലുള്ള അസുഖങ്ങളല്ല രോഗനിർണയം നടത്തും. അതല്ലെങ്കിൽ ആ ടിഷ്യൂന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന്, എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് എന്താണ് രോഗനിർണയം നടത്താറുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് എടുക്കാലോ.
കാറ്റഗറി നമ്പർ 2 എനിമൽ വേസ്റ്റുകളാണ്. എനിമൽസിന്റെ വേസ്റ്റുകൾ അതൊക്കെ അതിലെന്തൊക്കെയായിരിക്കും പെടുന്നത്? എനിമൽസ് ടിഷ്യൂസ്, ഓർഗൻസ്, എനിമൽസിന്റെ ബോഡി പാർട്സുകൾ, കാർക്കേസസ്, ബ്ലീഡിംഗ് പാർട്സുകൾ, ഫ്ലൂയിഡ്, ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ എനിമൽ യൂസ്ഡ് ഇൻ സെർച്ചസ് എന്നാണ് റിസർച്ചുകൾ ഗവേഷണം ചെയ്യുന്നത്. എന്താണ് ചില മെഡിസിൻസ് ഒക്കെ കണ്ടുപിടിച്ചാലും ചിലപ്പോ എന്താണ് മൃഗങ്ങളിൽ ആദ്യം പരിശോധിച്ചിട്ടായിരിക്കും അല്ലെ, പരീക്ഷണങ്ങൾ നടത്തിയിട്ടായിരിക്കും അല്ലെ മനുഷ്യന്മാരിൽ അത് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള എനിമൽ യൂസ്ഡ് റിസർച്ചുകൾക്ക് ഉപയോഗിച്ച എനിമൽസിന്റെ പാർട്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജസ്, എന്താണ് വെറ്റിനറി ആശുപത്രികളിൽ അല്ലെങ്കിൽ വെറ്റിനറി പഠിപ്പിക്കുന്ന കോളേജസിൽ ഉൽപ്പാദിപ്പിക്കുന്ന എനിമൽ വേസ്റ്റുകൾ. ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജസ്, എന്താണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനിമൽസ് വേസ്റ്റുകൾ. ക്ലിയർ ആയോ? അത് എനിമൽസിന്റെ വേസ്റ്റുകൾ. കാറ്റഗറി നമ്പർ 2 എന്താണ്? പൊതുവായിട്ട് എനിമൽ വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്. അത് ക്ലിയർ ആയില്ലേ? അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ. യെല്ലോ കളർ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും ഈ വേസ്റ്റ്, എനിമലിന്റെ വേസ്റ്റ് സൂക്ഷിക്കുന്നത്. ഇത് ഇൻസിനറേഷൻ ചെയ്യുക അല്ലെങ്കിൽ ഡീപ് ബെറിയൽ ആണ്. അതാണ് ഇൻസിനറേഷൻ വഴി എന്താണ് കത്തിച്ച് കളയും, അതല്ലെങ്കിൽ കുഴികുത്തി മൂടും. കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്, ബോഡി പാർട്സുകൾ, ഹ്യൂമൻ ടിഷ്യൂസ്, ഓർഗൻസ്. അത് സൂക്ഷിക്കുന്നത് എന്ത് കളർ ബാഗിലാണ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗുകളിലാണ്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ വഴി, എന്താണ് കത്തിച്ച് കളയും, അതല്ലെങ്കിൽ എന്താണ് ഡീപ് ബെറിയൽ, എന്താണ് കുഴികുത്തി മൂടും. രണ്ടാമത്തത് കാറ്റഗറി നമ്പർ 2 വരുന്നത് എനിമൽ വേസ്റ്റുകളാണ്. എന്താണ്? എനിമൽസിന്റെ ബോഡി പാർട്സുകൾ, കാർക്കീസ്, എന്താണ് ശവങ്ങൾ, എനിമൽസിന്റെ ചത്തു കഴിഞ്ഞിട്ടുള്ള ശവങ്ങള്. പിന്നെ എന്താണ് ടിഷ്യൂസ്, എനിമൽസിന്റെ ടിഷ്യൂസ്, ഫ്ലൂയിഡുകൾ അല്ലെങ്കിൽ റിസർച്ചുകൾക്ക് എന്തെങ്കിലും ഗവേഷണങ്ങൾക്ക് ഉപയോഗിച്ച എനിമൽസിന്റെ ബോഡി പാർട്സുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ്. പിന്നെ എന്താണ് വെറ്റിനറി ഹോസ്പിറ്റൽസിൽ നിന്ന് അല്ലെങ്കിൽ വെറ്റിനറി കോളേജുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എനിമൽ വേസ്റ്റുകൾ. അതെങ്ങനെയാണ്? ഹോസ്പിറ്റൽ വെറ്റിനറി ഹോസ്പിറ്റലിന് ഈ അനിമൽസിനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകള്. നിപ്പ വൈറസ് അല്ലെ, വവ്വാറിന്റെ ഇതിൽ നിന്നാണ് ഉണ്ടായെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താ? ഇനി അത് ഏത് കളർ ബാഗിലാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേറ്റർ വഴി കത്തിച്ച് കളയും, അതല്ലെങ്കിൽ എന്ത് ചെയ്യും? കുഴികുത്തി മൂടും. ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 3 വരുന്നത് മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. ലാബുകളിലെ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ച ലബോറട്ടറി പഠിച്ച ഓർമ്മിക്ക? പാത്തോളജി, ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്നൊക്കെ, ബയോകെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടാ? അതവിടെ ഇട്ടുകൊണ്ട് പോന്ന ആ ക്ലാസ് കഴിഞ്ഞപ്പോ ആമസിന്റെ ഈ ക്ലാസ് കഴിഞ്ഞു നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പോകാന്നുള്ള രീതിയിൽ അതവിടെ ഇട്ടുകൊണ്ട് പോന്ന പോന്ന ഓർമ്മയുണ്ടാ? പറയുമ്പോ കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടാ? ഓരോ പാഠങ്ങള് കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? മാം എടുക്കുന്ന ഭാഗങ്ങള് മാമിനെ കണക്ട് ചെയ്യുമ്പോ ഓർമ്മ വരുന്നുണ്ടാ? അതന്നെ ഫഞ്ചി, വൈറസ്, ബാക്ടീരിയാസ് അല്ലെ, പാരസൈറ്റ്സ് അല്ലേ, അങ്ങനെയൊക്കെ പഠിച്ചില്ലേ? ഓക്കെ. എന്തൊക്കെയാണ് നമ്മൾ ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഫ്ലൂയിഡ്സുകൾ അല്ലെ, ബോഡി ഫ്ലൂയിഡ്സുകൾ. അപ്പൊ നോക്കാം. വേസ്റ്റ് ഫ്രം ലബോറട്ടറി കൾച്ചേഴ്സ്, ലബോറട്ടറി കൾച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ സ്റ്റോക്സ് ഓർ സ്പെസിമെൻസ് ഓർ ലൈവ് മൈക്രോ ഓർഗാനിസംസ്. എന്താണ് സ്റ്റോക്സ് ഓർ സ്പെസിമെൻസ്? എന്താണ് നമ്മുടെ സ്പെസിമെൻ സാമ്പിൾ എടുക്കൂല്ലേ ഫ്ലൂയിഡ്സുകളൊക്കെ. പിന്നെ എന്താണ്? ഹ്യൂമൻ ആൻഡ് ആനിമൽ സെൽ കൾച്ചേഴ്സ് യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഇൻഫെക്ഷൻസ് ഏജൻസ് ഫ്രം റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രിയൽ ലബോറട്ടറീസ്. ഇൻഡസ്ട്രിയിൽ അതല്ലെങ്കിൽ റിസർച്ച് ലബോറട്ടറിയിൽ, അതായത് ഗവേഷണ ലബോറട്ടറിയിലൊക്കെ ഉള്ള ആനിമൽസിന്റെ സെയിൽസ് അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ സെൽസുകള് ഇൻഫെക്ഷസ് ആയിട്ടുള്ള, എന്താണ് അണുബാധയേറ്റിട്ടുള്ള
ഇതുകള്. പിന്നെ എന്താണ് ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രോസസ്, വേസ്റ്റ് ടോക്സിൻസ് ആൻഡ് യൂട്ടിലൈസ്ഡ് ട്രാൻസ്ഫർ കൾച്ചേഴ്സ്, എന്താണ് വിഷമയമായ അതല്ലെങ്കിൽ അണുബാധയേറ്റിട്ടുള്ള, എന്താണ് കുറെ ദിവസം പഴകി കഴിഞ്ഞാൽ അല്ലെ എല്ലാം ചീത്തയായി പോവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെന്തിനാണ് സൂക്ഷിക്കുന്നത്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് റെഡ് പ്ലാസ്റ്റിക് ബാഗ്, എന്താണ് ഒന്നില്ലെങ്കിൽ യെല്ലോ കളർ പ്ലാസ്റ്റിക് ബാഗിൽ, അതല്ലെങ്കിൽ എന്താണ് റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും ഈ മൈക്രോബയോളജി ആയ അല്ലെങ്കിൽ ബയോ ടെക്നോളജി വേസ്റ്റുകള് സൂക്ഷിക്കുന്നത്. ലബോറട്ടറിയിൽ നിന്നുള്ള കൾച്ചർ ചെയ്തതിന് അല്ലെങ്കിൽ ടെസ്റ്റുകൾ ചെയ്തതിനു ശേഷമുള്ള ഇൻഫെക്ഷസ് ആയിട്ടുള്ള അതല്ലെങ്കിൽ ബാക്കി വന്നിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റുകൾക്ക് ശേഷം അവശേഷിച്ച വേസ്റ്റുകളൊക്കെയാണ് മൈക്രോബയോളജി ഓർ ബയോടെക്നോളജി വേസ്റ്റുകൾ. അതെന്താണ് യെല്ലോ കളറ് പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലാണോ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ്, ഇത് ലോക്കൽ ഓട്ടോക്ലേവിംഗ് ഓർ മൈക്രോവേവിംഗ് ഇൻസിനറേഷൻ. എന്താണ് ഈ ലോക്കൽ ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റീം സ്റ്റെറിലൈസർ ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉയർന്ന നീരാവി ഉപയോഗിച്ച് ഞാനിട്ട് അണുവിമുക്തമാക്കുക, അതാണ് ലോക്കൽ ഓട്ടോക്ലേവിംഗ്. മനസ്സിലായോ? എന്താണ് ഈ ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകള്, അതല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകള്, അതല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകള്, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നില്ലേ? യൂസ് ചെയ്യുന്നുണ്ടോ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്? കണ്ടെയ്നേഴ്സ്, എന്താണ് ഇതൊക്കെ ഇട്ട് സ്ലൈഡുകള്, കവർ ഗ്ലാസുകള് അല്ലെ, അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഉപയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. എന്താണ് ഓരോ സമയത്ത് യൂസ് ചെയ്യുന്ന സ്ലൈഡുകള് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബുകള് അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കളയാൻ പറ്റുമോ? കളയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? സ്റ്റീം സ്റ്റെറിലൈസർ ഇങ്ങനെയുള്ള ഓട്ടോക്ലേവിംഗ് റീയൂസ് ചെയ്യും. അപ്പൊ അതെങ്ങനെയായിരിക്കും അവർ റീയൂസ് ചെയ്യുക? ഇങ്ങനെയുള്ള ലോക്കൽ ഓട്ടോക്ലേവ്, എന്താണ് സ്റ്റീം സ്റ്റെറിലൈസർ ഉയർന്ന നീരാവി ഉപയോഗിച്ച് അണുവിമുക്തമാക്കി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? രണ്ടാമത് റീയൂസ് ചെയ്യും. ക്ലിയർ ആയോ? ലോക്കൽ ഓട്ടോക്ലേവിംഗ് ക്ലിയർ ആയോ? എന്തൊന്നും പറയാത്തെ? നെക്സ്റ്റ്, മൈക്രോവേവിംഗ് ഇൻസിനറേറ്റർ. എന്താണ് വേസ്റ്റുകൾ കത്തിക്കാൻ കത്തിക്കാം, ഉയർന്ന ഹീറ്റ് ഒക്കെ വെച്ച് ഞാനിട്ട് കത്തിച്ച് കളയുന്നതാണ് മൈക്രോവേവിംഗ് ഇൻസിനറേറ്റർ. ക്ലിയർ ആയോ? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് എന്താണ് ലബോറട്ടറികളിൽ നിന്ന് അല്ലെങ്കിൽ റിസർച്ച് ലാബുകളിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വേസ്റ്റ് വരുന്ന ഇൻഫെക്ഷൻസ് ആയത്, അതായത് അണുബാധയേറ്റിട്ടുള്ളത് അല്ലെങ്കിൽ ടെസ്റ്റുകൾ കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള വേസ്റ്റുകൾ, അതെന്താണ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലോ അതല്ലെങ്കിൽ റെഡ് പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ലോക്കൽ ഓട്ടോക്ലേവിംഗ്, എന്താണ് സ്റ്റീം സ്റ്റെറിലൈസർ ഉയർന്ന നീരാവി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? അണുവിമുക്തമാക്കും. അതല്ലെങ്കിൽ മൈക്രോവേവിംഗ് ഇൻസിനറേറ്റർ, എന്താണ് മൈക്രോവേവിംഗ് ഇൻസിനറേറ്റർ വെച്ച് കാണിട്ട് കത്തിച്ച് കളയും. ക്ലിയർ ആയോ? കാറ്റഗറി നമ്പർ 3 ക്ലിയർ ആയോ? എന്താരും പറയാത്തെ? ക്ലിയർ ആയില്ല? ഡൗട്ട്സ് വല്ലതുണ്ടോ? ക്ലിയർ ആയി? ഓക്കെ. എന്തിനാണ് ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ അടുത്ത് ചോദിക്കുന്നത്? അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്താണ് ജസ്റ്റ് നിങ്ങളുടെ മെസ്സേജ് ത്രൂ മാത്രം മിസ്സിന് അറിയാൻ പറ്റുള്ളൂ. നമ്മ വോയിസ് ഓഫ് ആക്കി കണ്ടല്ലേ, മൈക്രോഫോൺ ഓഫ് ആക്കി കണ്ടല്ലേ മിസ് ക്ലാസ് എടുക്കുന്നത്, മ്യൂട്ടിലിട്ടിട്ടല്ലേ. അപ്പൊ മിസ്സിന് അറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ക്ലിയർ ആയോ, ഡൗട്ട്സ് വല്ലതുണ്ടോ? അതാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് ക്ലിയർ ആയോ കേട്ടാ. നെക്സ്റ്റ്, ഓട്ടോക്ലേവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റീം സ്റ്റെറിലൈസർ, എന്താണ് ഉയർന്ന നീരാവി ഉപയോഗിച്ച് കാണിട്ട് അണുവിമുക്തമാക്കുന്നത്. അതിനുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടോ?
ഓക്കെ. ഇനി കാറ്റഗറി നമ്പർ 4 നമ്പർ 4 വേസ്റ്റ് ഷാർപ്സുകൾ. എന്താണ് ഷാർപ്പ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് പറയാം? നീഡിൽസ്, സിറിഞ്ചസ്, സ്കാർപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര ദാറ്റ് മൈറ്റ് ലീഡ് ടു പഞ്ചേഴ്സ് and wounds. This applies to both used and unused sharp. എന്താണ് യൂസ് ആയതും അൺയൂസ്ഡ് ചെയ്ത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഷാർപ്പ് തിങ്സുകൾ എന്താണ്? നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൽപ്പൽസ്. സ്കാൽപ്പൽസ് അറിയാലോ, കണ്ടിട്ടുണ്ടോ സ്കാൽപ്പൽസ്? ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനെ ബ്ലേഡ് പോലെ തന്നെ ഒരിത്തിരി നീണ്ടിട്ട് പിന്നെ മുറിക്കാനൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ സ്കാൽപ്പൽസ്? അതെന്താ? ബ്ലേഡ് പോലത്തെ, അതിന്റെ തുമ്പ് ഇങ്ങനെ ബ്ലേഡ് പോലെ ആയിരിക്കും. ഇതിങ്ങനെ ഒരു ഷേപ്പിൽ വന്നിട്ട് നീണ്ട് പിടിക്കാനുള്ള പിടി പോലെ ചെറിയ ഒരു ഇത്. അങ്ങനെയുള്ള സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര ഇതൊക്കെ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പഞ്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. എന്താണ് ട്രാൻസ്ലസന്റ് ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള പഞ്ചർ പ്രൂഫ്. എന്താണ്? ഈ ഷാർപ്പായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാൽ എന്താണ് കീറാനോ അങ്ങനെയുള്ള ഡാമേജ് ഒന്നും വരാത്ത തരത്തിലുള്ള ബ്ലൂ കളർ അല്ലെങ്കിൽ വൈറ്റ് കളേഴ്സിലുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും. അതെന്ത്? ഡിസ്ഇൻഫെക്ഷൻ, ഇൻഫെക്റ്റിംഗ് കെമിക്കൽ ട്രീറ്റ്മെന്റ്, ഓട്ടോക്ലോവിംഗ്, മൈക്രോവേവിംഗ് ആൻഡ് മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ്. എന്താണ്? ഇൻഫെക്റ്റ് ചെയ്യും. എന്താണ്? അണുവിമുക്തമാക്കും. ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അണുവിമുക്തമാക്കി ആണ് ഡിസ്പോസ് ചെയ്യുന്നത്. എന്താണ്? ഒന്നില്ലെങ്കിൽ കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ, കെമിക്കൽ റിയേജൻസോ അല്ലെങ്കിൽ കെമിക്കൽ ഫ്ലൂയിഡ്സുകളൊക്കെ വെച്ച് ഞാനിട്ട് അണുവിമുക്തമാക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റീം സ്റ്റെറിലൈസ് ചെയ്യും. അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ച് ഞാനിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അണുവിമുക്തമാക്കും. അതല്ലെങ്കിൽ മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ്. മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ നമ്മ വിഘടിപ്പിക്കൂലേ, പല കഷ്ണങ്ങളാക്കി മാറ്റൂലേ, അങ്ങനെ. ഡിസ്ഇൻഫെക്റ്റിംഗ് എന്ന് പറഞ്ഞാല് അണുവിമുക്തമാക്കുക. ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 4 വേസ്റ്റ് ഷാർപ്പ്. കാറ്റഗറി നമ്പർ 5 ഡിസ്കാർഡഡ് മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. എന്താണ്? നിരസിച്ച, വേണ്ടാന്ന് വെച്ച മെഡിസിൻസ് ആൻഡ് സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ. കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. സൈറ്റോടോക്സിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽസുകൾക്ക് ഡാമേജ് വരുന്ന, അതല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കെമിക്കൽസ് ഒക്കെ അടങ്ങിയിരിക്കുന്ന ഡ്രഗ്സുകൾ. ഓക്കെ. നെക്സ്റ്റ് ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ്. എന്താണ്? ബ്ലാക്ക് പ്ലാസ്റ്റിക് ബാഗിലോ അതല്ലെങ്കിൽ റെഡ് കളർ പ്ലാസ്റ്റിക് ബാഗിലോ സൂക്ഷിക്കുന്നത്. ഇൻസിനറേഷൻ. എന്താണ്? ഒന്നുകിൽ കത്തിച്ച് കളയും, അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഡ്രഗ്സ് ഡിസ്പോസൽ ഇൻ സെക്യൂർഡ് ലാൻഡ്ഫില്ലുകൾ. എന്താണ്? നികത്താൻ വേണ്ടിയിട്ട് സെക്യൂർഡ് ആയ രീതിയിൽ ഭൂമി നികത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്താണ് ഇത്? ഈ ഡ്രഗ്സുകൾ ഡിസ്ട്രക്ഷൻ ചെയ്ത് പൊടിച്ചു കാണിട്ട് യൂസ് ചെയ്യും. ഇതെങ്ങനെ ലാൻഡുകളിൽ ഫില്ല് ചെയ്യാനായിട്ട് നേരിട്ട് കൊണ്ടുപോയിട്ടല്ല ചെയ്യാട്ടാ. ഇങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വഴി ലെയർ ആയിട്ട്, അല്ലെ? ആദ്യം ഒരു ഇച്ചിരി ഇതിട്ട് പിന്നെന്താണ് ലെയർ ആയിട്ട് വേറെ എന്തെങ്കിലും വേസ്റ്റുകൾ ഇട്ട് അങ്ങനെ ലെയർ പ്രൊസീജിയേഴ്സിലൂടെയൊക്കെ ആയിരിക്കും ലാൻഡ് ഫില്ലിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. നേരിട്ട് കൊണ്ടുപോയി ഒരു ലാൻഡ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യില്ല. പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അതിന്. ക്ലിയർ ആയോ? ഇനി മൈക്രോവേവിംഗ്, ഇൻസിനറേറ്ററിന്റെയും ഓട്ടോക്ലേവിംഗ് മെഷീൻസിന്റെ എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഫോട്ടോസ് ഒന്ന് ജസ്റ്റ്
ഗൂഗിളിലൊക്കെ അടിച്ചോന്ന് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിഫൈ ഉണ്ടായിരിക്കും ഈ എക്യുപ്മെന്റ്സിന്റെ ഫോട്ടോസ് ഒക്കെ കാണുമ്പോ കേട്ടാ. ഓക്കെ, ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ. ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ഇത് നമ്മ 10 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മിസ് ഇന്ന് 5 കാറ്റഗറി വരെ എടുത്തിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് 5 കാറ്റഗറി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞാൻ പറഞ്ഞു തന്നിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് അടുത്ത 5 കാറ്റഗറി എടുക്കാം. അതിന്റെ കളർ ബാഗ്സുകൾ ഏതാണ്, എന്തൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഓരോ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്, ഓരോന്നിന്റെയും ഡിസ്പോസൽ പ്രൊസീജിയേഴ്സ് എന്താണെന്നൊക്കെ. എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലർന്ന് കൺഫ്യൂഷൻസ് വരണ്ട. അപ്പൊ നിങ്ങൾ ഇന്ന് 5 എണ്ണം പഠിച്ചാൽ മതി. ഈ ടേബിൾ നോക്കാണ്ട് ജസ്റ്റ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ കാറ്റഗറി നമ്പർ 2 ഏത് ടൈപ്പ് വേസ്റ്റ് ആണ് ഉൾപ്പെടുന്നതെന്ന്? ബുക്കും നിങ്ങളുടെ PDF മിസ്സിന്റെ ഇത് നോക്കാണ്ടൊന്ന് പറയാൻ പറ്റുമോ പെട്ടെന്ന് തന്നെ? മിസ് പറഞ്ഞത് വെച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇനിമൽ വേസ്റ്റ്. ഓക്കെ, കാറ്റഗറി നമ്പർ 5 കാറ്റഗറി നമ്പർ 5 ഏത് ടൈപ്പ് വേസ്റ്റ് ആണ്, ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? മെഡിസിൻസ് അല്ലെ, ഡിസ്കാർഡഡ് മെഡിസിൻസ്. ഓക്കെ, അപ്പൊ എന്താ അങ്ങനെ പഠിക്കണം നമ്മ പെട്ടെന്ന്. നമുക്ക് ഓരോ കാറ്റഗറി പറയുമ്പോൾ അതിലെന്ത് വേസ്റ്റ് ആണ് ഏതാണ് ഉൾപ്പെടുന്നത്, അത് എങ്ങനെ ഏത് തരം പ്ലാസ്റ്റിക് ബാഗ്സുകളിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് സൂക്ഷിക്കുന്നത്, അതിന്റെ ഡിസ്പോസൽ പ്രക്രിയ പ്രോസസ്സ് ഏതാണ്? വായിച്ചു നോക്കി എല്ലാവരും ഒന്ന്. എന്താണ് ഇന്ന് നമ്മൾ പഠിച്ചത്? റൂൾസ് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി പരിസ്ഥിതി വന മന്ത്രാലയം ഒരു റൂള് കൊണ്ടുവന്ന്, അതെന്നാണ് കൊണ്ടുവന്നത്? 1998 ഈ മാലിന്യങ്ങള് ബയോമെഡിക്കൽ വേസ്റ്റുകള് എങ്ങനെ സംസ്കരിക്കാം, എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് മാർഗനിർദ്ദേശങ്ങൾ ഈ റൂൾസിൽ പറയുന്നുണ്ട്. ഈ റൂൾസിന്റെ ഫസ്റ്റ് ഭേദഗതി വന്നത് 2000-ലും. ഇന്ന് ക്ലാസ് ഉണ്ടായി എന്ത് പറ്റി അഭിലാഷ്? ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് അമെന്റ്മെന്റ് നിലവിൽ വന്നത് 2000-ലും, രണ്ടാമത്തെ ഭേദഗതി നിലവിൽ വന്നത് 2003-ലും, തേർഡ് ആൻഡ് ഫോർത്ത് അമെന്റ്മെന്റ് നിലവിൽ വന്നത് 2018, 2019-ലുമാണ്. ഈ ഇയേഴ്സ് ഓർത്തിരിക്കാൻ മറക്കരുത്, നോട്ട് ചെയ്യാം. പിന്നെ എന്താണ് ഈ ആസ് പെർ റൂൾ അനുസരിച്ച് എങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ മാനേജ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ് അത് വേർതിരിച്ച് സൂക്ഷിക്കുക. എന്താണ് കൂടിക്കലരാതെ വേർതിരിച്ച് സൂക്ഷിക്കുക. പിന്നെന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ സ്റ്റോറേജ് ചെയ്യുമ്പോഴും ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ്, റിമൂവൽ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്താണ് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ബാഗ്സുകളൊക്കെ ആയി സൂക്ഷിക്കുക. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് ഓക്യുപ്പയർ. എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റില് ബയോമെഡിക്കൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടി എന്താണ്? പ്രകൃതി എൻവിയോൺമെന്റിനും പിന്നെ ഹെൽത്ത് ഹ്യൂമൻ ഹെൽത്ത് നമ്മുടെ പബ്ലിക്കുകൾക്കും അതായത് പൊതുജനങ്ങൾക്കും ദോഷകരമായി ബാധിക്കാത്ത വിധം ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഓക്യുപ്പയേഴ്സിന്റെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ഓക്യുപ്പയേഴ്സിന്റെ ഡ്യൂട്ടി. പിന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ
നോസോകോമിക്കൽ ഡിസീസ്, അതായത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാത്ത വിധം ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. വേസ്റ്റ് എന്തൊക്കെ പ്രോസസ്സാണ് ഇതിനുള്ളത്? വേസ്റ്റ് കളക്ഷനിലെ വേസ്റ്റ് മാനേജ്മെന്റിന് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ്. രണ്ടാമത്തേത് എന്താണ്? സെഗ്രിഗേഷൻ. എന്താണ്? ഓരോ വേസ്റ്റുകളും തരംതിരിച്ച് വേർതിരിച്ച് സൂക്ഷിക്കുക. അപ്പൊ എന്താ ചെയ്യാ, ഈ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ഇത് എളുപ്പമാക്കുകയും ചെയ്യുന്നു. കൂടാതെ ആളുകൾക്ക് ഇതിൽ നിന്ന് എന്താണ് ഇഞ്ചുറീസോ അപകടങ്ങളോ ഇൻഫെക്ഷൻസോ ഇല്ലാത്ത വിധം കൈകാര്യം ചെയ്യുന്നതിന് ഈ സെഗ്രിഗേഷൻ സഹായിക്കുന്നു. പിന്നെ വേസ്റ്റുകൾ എന്താണ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്. ഇത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഒന്നിലേക്ക് കത്തിച്ച് കളയും, അല്ലെങ്കിൽ എന്താണ് കുഴി കുത്തി മൂടും. രണ്ടാമത്തേതിൽ അനിമൽ വേസ്റ്റ്, ഇത് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലാണ്, ഇതും കത്തിച്ച് കളയുക അതല്ലെങ്കിൽ എന്താണ് കുത്തി മൂടുകയാണ് ചെയ്യുന്നത്. പിന്നെന്താണ് ലാബുകളിൽ നിന്നുള്ള റിസർച്ച് ലാബുകൾ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ലാബുകളിൽ നിന്നുള്ള വേസ്റ്റുകൾ യെല്ലോ ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിക്കും. ഇതെന്താണ് ഓട്ടോക്ലേവിംഗ്, എന്താണ് സ്റ്റെറിലൈസ് ചെയ്ത് ഉയർന്ന നീരാവി കടത്തിവിട്ട് അണുവിമുക്തമാക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? മൈക്രോവേവിംഗ് ഇൻസിനറേറ്ററിൽ വിട്ട് കത്തിച്ച് കളയും. കാറ്റഗറി നമ്പർ 4 എന്താണ്? വേസ്റ്റ് ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ. ഇത് ബ്ലൂ ഓർ ട്രാൻസ്ലസൻ, എന്താണ് നമുക്ക് കാണാവുന്ന തരത്തിലുള്ള എന്നാൽ എന്താണ് പങ്ക്ചർ ആവാൻ എന്താണ് കീറാനോ ഡാമേജ് വരാനോ സാധ്യതയില്ലാത്ത പ്രൂഫ് ആയിട്ടുള്ള പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഇത് ഡിസ്ഇൻഫെക്ട് കെമിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഓട്ടോക്ലോവിങ്ങിലൂടെ മൈക്രോവേവിങ്ങിലൂടെ ഒക്കെ എന്താണ് ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. കാറ്റഗറി നമ്പർ 4 നിരസിച്ച അതല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച മെഡിസിൻസ് അതല്ലെങ്കിൽ സൈറ്റോടോക്സിക് ഡ്രഗ്സുകൾ ഇതെന്താ ബ്ലാക്ക് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗിൽ സൂക്ഷിക്കും. പിന്നെന്താ അതൊന്നില്ലെങ്കിൽ കത്തിച്ച് കളയും അതല്ലെങ്കിൽ എന്താ ചെയ്യാ ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഈ ടേബിളിലുള്ള നെക്സ്റ്റ് കാറ്റഗറീസ് എന്താ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇന്നിപ്പോ ക്ലാസ് കഴിഞ്ഞെത്തി. ഓക്കെ, താങ്ക് യു ഓൾ. Okay, ma'am. Thank you. Okay, ma'am. Happy Teachers Day. താങ്ക് യു ഡിയർ.